അപ്പോൾ നമ്മൾ വൈബ്രേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കോൺസെപ്റ്റ്സും ആ കോൺസെപ്റ്റ്സിന്റെ ആപ്ലിക്കേഷൻസും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ കോൺസെപ്റ്റ്സ് പറയുന്ന കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് നമ്മൾ നാച്ചുറൽ വൈബ്രേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നത് നിങ്ങളുടെ അടുത്ത് എല്ലാവരും നാച്ചുറൽ വൈബ്രേഷൻ്റെ കോൺസെപ്റ്റ്സുകളും ആ കൺസെപ്റ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലാസ്സുകളിൽ പോയി നന്നായി റിവൈസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ റിവൈസ് കൺസെപ്റ്റ്സ് ഒക്കെ തറവാണെങ്കിൽ മാത്രമേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. റിവൈസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും റെഡി ആണോ? ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ആണോ? ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഡയറക്റ്റ്ലി എന്തിലോട്ട് പോവാം? നമ്മുടെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വരും. This was the first question. A reciprocating engine running at 80 radian per second is supported on springs. The static deflection of the spring is 1 mm. Static deflection of the spring is 1 mm. Take G is equal to 10 meter per second square. When the engine runs, what will be the frequency of vibration of the system? ഈ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ വൈബ്രേഷൻ ഓഫ് ദ സിസ്റ്റം ആണ്. യൂണിറ്റ് നോക്കൂ, റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പൊ തന്നെ മനസ്സിലായി നമുക്ക് നാച്ചുറൽ വൈബ്രേഷൻ റേഡിയൻ പെർ സെക്കൻഡിലാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഒമേഗ എൻ ആണ്. കാരണം ഫ്രീക്വൻസി രണ്ട് രീതിയിലുണ്ട്. രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസി എഫ്. ഈ എഫിന്റെ യൂണിറ്റ് എല്ലാം ഇപ്പോഴും എന്തിലായിരിക്കും? ഹെഡ്സിലായിരിക്കും. ഒമേഗ എന്ന് പറഞ്ഞ സർക്കുലർ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ വെറുതെ ഫ്രീക്വൻസി, ഇവന്റെ യൂണിറ്റ് എന്തിലായിരിക്കും? ഇറ്റ് ഈസ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ റേഡിയൻ പെർ സെക്കൻഡിലാണ് നമ്മുടെ എല്ലാ ഓപ്ഷൻസും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം, ഞാനത് ടേക്കപ്പ് ചെയ്യാം. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. നമുക്കറിയാം ഒമേഗ n is equal to root of k by m ആണ് ഇക്വേഷൻ. പക്ഷെ ഈ ക്വസ്റ്റ്യനകത്ത് ആരെ പറ്റി പറയുന്നില്ല? സ്റ്റിഫ്നെസിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഈ ക്വസ്റ്റ്യനകത്ത് മാസും തന്നിട്ടില്ല. പക്ഷെ ആര് തന്നിട്ടുണ്ട്? സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്, ഇല്ലേ? ഈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് ഇസ് എ സ്പ്രിംഗ്. ഇതൊരു സ്പ്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ സ്പ്രിംഗ് ഇതാണ് അവന്റെ നാച്ചുറൽ ലെങ്ത്. അതിൽ ഈ സ്പ്രിങ്ങിനെ ഞാൻ പിടിച്ച് വലിക്കുകയോ കംപ്രസ് ചെയ്യുകയോ മാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അവന്റെ ഒറിജിനൽ ലെങ്ത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ലെങ്ത് ആണ് നാച്ചുറൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ സ്പ്രിംഗിൽ ഞാനൊരു മാസ് കൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്തു ഏറ്റവും ബോട്ടത്തിൽ. അപ്പൊ എന്ത് പറ്റും? ഈ സ്പ്രിംഗ് ഒരല്പം ഇലോങ്ങേറ്റി ഇവിടെ എത്തി. ദിസ് ഇസ് മാസ് ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഈ സ്പ്രിങ്ങിന്റെ ഈ ഇലോങ്ങേഷൻ ഉണ്ടല്ലോ, ദിസ് ഇലോങ്ങേഷൻ ആര് കാരണമാണ് ഈ ഇലോങ്ങേഷൻ സംഭവിച്ചിരിക്കുന്നത്? ഈ മാസ് അല്ലെങ്കിൽ ഇവന്റെ സെൽഫ് വെയിറ്റ് കാരണം ഇലോങ്ങേറ്റ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് നോൺ ആസ് ഡെൽറ്റ, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. അപ്പൊ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്താ മനസ്സിലായി? ഈ ഡെൽറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാസ് ഇല്ല, നമുക്ക് എന്തുമില്ല, കെയും ഇല്ല. അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഒമേഗ n is equal root of k by m or it is equal to g by delta എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. കാരണം ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, എന്താ കിട്ടുന്നത്? k by m is equal to g by delta എന്ന് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഫിഗർ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഇതൊക്കെ നിങ്ങളെ ഞാൻ ബേസിക്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് ഗിവൺ, g തന്നിട്ടുണ്ട്. വാട്ട് ഈസ് g ഹിയർ? g is 10. വാട്ട് ഈസ് ഡെൽറ്റ ഹിയർ? ഡെൽറ്റ 1 mm ആണ്. SI യൂണിറ്റോട് കൺവേർട്ട് ചെയ്യുക. 1 into 10 raised to -3. അത് ആ 10 raised to -3 മുകളിൽ പോകുമ്പോൾ 10 raised to 4 ആയി മാകും. 10 raised to 4 റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 100 റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആൻസർ. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 100 റേഡിയൻ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ സിമ്പിൾ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസിനെ പറ്റി ആർക്കും ഡൗട്ട്സുകളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോകും, വരൂ. This is my next question. A simple spring mass vibrating system has natural frequency n. ഒരു നാച്ചുറൽ ഫ്രീക്വൻസി n ആണെന്ന് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. If the spring stiffness is halved and the mass is doubled. പോയിന്റ് നോക്കൂ, ഇവിടെയാണ് ആ പോയിന്റ്. സ്റ്റിഫ്നെസ് അവർ പകുതിയാക്കി, മാസ് അവർ ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ then the natural frequency will become ഓപ്ഷൻസ് n/2, ഇങ്ങനെ കുറെ ഓപ്ഷൻസ്. പക്ഷെ ഈ n എല്ലാം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ സിമ്പിൾ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ ടേംസിലായിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ആൻസർ ചെയ്യാനുള്ളൂ. അപ്പൊ രണ്ട് കേസുകളുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം, ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം. ഞാൻ അതിന് മുന്നേ ആ കമന്റ് നിങ്ങൾ പാലൊരു വർക്ക്ഔട്ട് ചെയ്തോളൂ. വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ ആൻസേഴ്സ് ഇവിടെ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാനിവിടെ ഇതിന്റെ ഈ ക്വസ്റ്റ്യനെ പറ്റിയുള്ള ഫിഗേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ ആൻസർ പറയുക. നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഫസ്റ്റ് കേസിൽ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം, ലെറ്റ്സ് സേ ദിസ് ഈസ് മൈ സ്പ്രിംഗ് ആൻഡ് ദിസ് ഈസ് മൈ മാസ്, ദിസ് ഈസ് എം ആൻഡ് ദിസ് ഈസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ്. ഇതാണ് കേസ് 1. ഈ കേസ് 1 നമുക്ക് ഒമേഗ എൻ കണ്ടെത്താം. വാട്ട് ഈസ് ഒമേഗ എൻ ഹിയർ? ദ ഒമേഗ എൻ ഹിയർ ഈസ് റൂട്ട് ഓഫ് കെ ബൈ എം. ഈ കെ ബൈ എമ്മിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, എൻ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കേസിൽ. ഇനിയാണ് നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോകാനുള്ളത്. നോക്കൂ, സെക്കൻഡ് കേസിൽ അവരെന്താ ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചു നോക്കൂ എല്ലാവരും ഒന്ന്. സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് അവരെന്ത് ചെയ്തു? പകുതിയാക്കി. അതായത് ഇവിടെ കെ ആണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ട സ്റ്റിഫ്നെസ് എന്താണ് ഒമേഗനിൽ, ആ കേസിൽ കെ ബൈ 2 ആക്കി. എന്നിട്ട് ഒരു മാസിന് അവർ W2m ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നാച്ചുറൽ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് എന്നിൽ പറയുക. സിമ്പിൾ. നോക്കൂ, ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ 2 ഡിവൈഡഡ് ബൈ 2m. കാരണം ഈ കേസിലെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ കെ ബൈ 2 ആണ്. ഇവിടുത്തെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2m ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 താഴെ വരുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് കെ ബൈ 4m. ഈ 1/4 റൂട്ടിന് പുറത്തെടുത്താൽ എന്ത് കിട്ടും? 1/2 കിട്ടും. പിന്നെ അവിടെ ആരേ ഉള്ളൂ? റൂട്ട് ഓഫ് കെ ബൈ എം. ഈ റൂട്ട് ഓഫ് കെ ബൈ എമ്മിനെയാണ് അവർ എൻ എന്ന് വിളിക്കുന്നത് ക്വസ്റ്റിനകത്ത്. നോക്കൂ, റൂട്ട് ഓഫ് കെ ബൈ എം ആണ് എൻ. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന് വേറെ എൻ കൊടുക്കാം. എൻ കൊടുത്താൽ എന്ത് കിട്ടും? ദ ആൻസർ വിൽ ബി n by 2. ആൻസർ വിൽ ബി n by 2. യെസ്, ഒരുപാട് പേര് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. ഓപ്ഷൻ എ n by 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. ഇവിടെ പ്രത്യേകിച്ച് അൺസർട്ടനിറ്റി ഒന്നും വരാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം, കമന്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്ത് വേണം? ഓക്കെ, ഇല്ല. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. This is my next question. The natural frequency of a spring mass system on earth is omega. Beautiful question ആണ്. Beautiful question. ഒരുപാട് പ്രാവശ്യം ഡിഫറെന്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, the natural frequency of the system on the moon is what? അതായത് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഉണ്ട്. അവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓൺ എർത്ത് ഒമേഗ എൻ ആണെങ്കിൽ അതേ സിസ്റ്റം, സെയിം സ്റ്റിഫ്നെസ്സും സെയിം മാസുമുള്ള സിസ്റ്റം നമ്മൾ മൂണിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടെത്തിയാൽ എന്തായിരിക്കും? ഒരു വ്യത്യാസം പറയുന്നുണ്ട്. മൂണിന്റെ ജി മൂൺ ഈസ് ഈക്വൽ ടു ജി എർത്ത് ബൈ 6 എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം നോർമൽ സ്പ്രിംഗ് മാസ് സിസ്റ്റം വരയ്ക്കും. ലെറ്റ്സ് സേ ദിസ് ഈസ് മൈ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഓൺ എർത്ത്. ദിസ് ഇസ് കെ. ഇവിടുത്തെ ഒമേഗ എൻ എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം, ഓർ വി ക്യാൻ റൈറ്റ് ദിസ് റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റ. ഈ ജി എന്ന് പറഞ്ഞാൽ എവിടത്തെ ജി ആണ്? നമ്മുടെ എർത്തിലെ ജീനെയാണ് ഞാൻ സിംപ്ലി ജി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വി ക്യാൻ കോൾ ദിസ് ഇസ് GE, E ഫോർ എർത്ത്. ഇതേ സാധനം മൂണിൽ കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഓക്കെ, കുറച്ച് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് കുറച്ച് പേര് കമന്റ് ചെയ്യുന്നത്. നോക്കാം, നമുക്ക് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വരും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇനിയും എക്സാംസിന് ഇതേപോലെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മൂണിൽ കൊണ്ടുപോയി സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ ആണ്, മാസ് എം തന്നെയാണ്. ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം അല്ലെങ്കിൽ റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റയാണ്. പക്ഷെ മൂണിലെത്തുമ്പോൾ അവന്റെ ജി എത്രയായി മാറുന്നു? ഈ ജി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ എർത്തിലെ ജീനെയാണ് ഞാൻ ഇവിടെ സിംപ്ലി ജി എന്ന് കാണിച്ചത്. അപ്പൊ ഇവിടുത്തെ എന്ത് വരും? ജി മൂൺ വരും, ഇല്ലേ? ജി എം എന്ന് കൊടുത്തു. അപ്പൊ ജി എം എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ദാറ്റ് ഈസ് GE by 6 ആണ്. GE by 6 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. അപ്പൊ ഒരു 1/6 എന്ന ഫാക്ടർ വരും. ഈ 1/6 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.16 167 വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആൻസർ അതുമായി കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമുണ്ട് 0.167 ഒമേഗ എന്ന ആൻസർ നിങ്ങൾ ടിക്ക് ചെയ്യും. ദിസ് ഈസ് റോങ്. ഇതല്ല ആൻസർ. അതിന് പ്രശ്നമുണ്ട്, അതിനൊരു കൺസെപ്റ്റ്സ് ഉണ്ട് എന്റെ പറകിൽ. നമുക്ക് ആ കൺസെപ്റ്റ്സിലോട്ടൊന്ന് പോകാം. ശ്രദ്ധിക്കണേ, ആ കൺസെപ്റ്റ്സിലോട്ടൊന്ന് പോകാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇത് എർത്തിലെ സിസ്റ്റമാണ്. ഈ മാസിൽ ആക്ട് ചെയ്യുന്നത് എന്താണ്? ജി എന്ന് പറയുന്ന ഗ്രാവിറ്റിയാണ്, ഇല്ലേ? ജി എന്ന് പറഞ്ഞ ഗ്രാവിറ്റി ആക്ട് ചെയ്യുമ്പോൾ ഈ സ്പ്രിംഗ് എത്ര ദൂരം താഴോട്ട് പോകുന്നു? ഈ സ്പ്രിംഗ് ഡെൽറ്റ ദൂരം താഴോട്ട് പോകുന്നു. ശരിയാണ്. ജി ആക്ട് ചെയ്യുമ്പോൾ സ്പ്രിംഗ് എത്ര ദൂരം താഴോട്ട് പോകും? ഡെൽറ്റ ദൂരം സ്പ്രിംഗ് താഴോട്ട് പോകും. ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ശ്രദ്ധിക്കുക, ഇവിടുത്തെ പോയിന്റ് മനസ്സിലാക്കണം. ഈ ജി എത്രത്തോളം ആയിരിക്കുമോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഈ ഡെൽറ്റ എന്ന് പറയുന്ന സാധനം.
ജി കുറഞ്ഞാൽ ഡെൽറ്റ കുറയും. ജി കൂടിയാലോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആര് കൂടും? ഡെൽറ്റ. കാരണം ഈ ഡിഫ്ലക്ഷൻ ഉണ്ടാകാനുള്ള കാരണക്കാരൻ ആരാണ്? ഈ ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയാണ്. മൂണിലെത്തിയപ്പോൾ ജി മൂൺ എന്ന് പറയുന്ന സാധനം ആരായിരിക്കും? ദിസ് ഇസ് GE/6. എർത്തിലുള്ള ജീനെയും കാട്ടി 1/6, അതിന്റെ 1/6 മാത്രമേ മൂണിലുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡെൽറ്റ എന്ന് പറയുന്ന സ്റ്റാറ്റിക് ഡിഫ്ലക്ഷനും എന്തായിരിക്കും? അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ജി കൊടുത്താൽ ഡെൽറ്റ, G/6 കൊടുത്താൽ എന്ത് കിട്ടും? ഡെൽറ്റയും അത്രയും ഫാക്ടറിലോട്ട് കുറയും. അപ്പൊ നോക്കൂ, മൂണിന്റെ കേസിലെ ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് ജി മൂൺ ഡിവൈഡഡ് ബൈ ഡെൽറ്റ മൂൺ. കാരണം ഈ മൂണിലുള്ള ഡെൽറ്റ എത്രയാണ്? ഡെൽറ്റ/6 ആണ്. മൂണിലുള്ള ജി എന്താണ്? GE/6 ആണ്. നോക്കൂ, GE/6 ഡിവൈഡഡ് ബൈ ഡെൽറ്റ/6. അപ്പൊ എന്ത് കിട്ടും? 1/6 കട്ട് ചെയ്ത് പോയിട്ട് GE/ഡെൽറ്റ. എർത്തിലുള്ള അതേ നാച്ചുറൽ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും എവിടെ കൊണ്ടുപോയാലും, മൂണിൽ കൊണ്ടുപോയാലും. പക്ഷെ സിസ്റ്റം ആരായിരിക്കണം? സിസ്റ്റം ഈസ് സ്പ്രിംഗ് മാസ് സിസ്റ്റം. ക്ലിയർ ആയോ? സോ ഹിയർ ദ ആൻസർ ഈസ് ഒമേഗ എൻ. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നും പറയുന്നില്ല? ക്ലിയർ ആണ്? ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ വെച്ചിരിക്കുക, മാസിൽ ആക്ട് ചെയ്യുന്നത് ജി ആണ്. മാസിൽ ജി ആയപ്പോൾ നമുക്ക് ഡെൽറ്റ കിട്ടി. പക്ഷെ മൂണിൽ കൊണ്ടുപോയപ്പോൾ G/6 ആയപ്പോൾ ഡെൽറ്റയും എന്തിലോട്ട് മാറി? ഡെൽറ്റ/6 മാറി. അപ്പൊ 1/6 കട്ടായി പോയിട്ട് G/ഡെൽറ്റ, എർത്തിലുള്ള അതേ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Again, beautiful. A mass attached to a light spring oscillates with a period of 2 seconds. Time period 2 seconds. If the mass is increased by 2 kilogram, the period increases by 1 second. The value of m, mass ആണ് ചോദിക്കുന്നത്. ഒരു 40 സെക്കൻഡ് സമയം തരാം. ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാമോ? ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാമോ? നോക്കട്ടെ. നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെക്ക് ചെയ്യാമല്ലോ. ജസ്റ്റ് 40 സെക്കൻഡ്സ്. ഞാൻ വേണമെങ്കിൽ ഫിഗർ ഒക്കെ ഒന്ന് വരച്ചു തരാം. ഇതാണ് ഫസ്റ്റ് കേസിലുള്ള ഫിഗർ. ഓക്കെ, ദിസ് ഇസ് മാസ്, ദിസ് ഇസ് സ്റ്റിഫ്നെസ് K. ആ സമയത്ത് സ്പ്രിംഗ് ഓസിലേറ്റ്സ് വിത്ത് ടൈം പീരിയഡ് ഓഫ് 2 സെക്കൻഡ്സ് ആണ്. 2 സെക്കൻഡ്സ്. അപ്പോൾ ഇവിടുത്തെ ടൈം പീരിയഡ്, ദിസ് ഇസ് കേസ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ TP1 ടൈം പീരിയഡ് 1 എന്ന് പറയുന്നത് 2 സെക്കൻഡ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ടൈം പീരിയഡ് ഒക്കെ എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഈസ് 1/2π ഇൻറ്റു റൂട്ട് ഓഫ് K/m. 1/Fn ആണ് ആര്? നമ്മുടെ ടൈം പീരിയഡ്. 1/Fn ആണ് നമ്മുടെ TP. സോ ദിസ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് m ഡിവൈഡഡ് ബൈ K ആണ് ആര് വരുന്നത്? ടൈം പീരിയഡ് വരുന്നത്. ഈ ടൈം പീരിയഡ് ആണ് ഇവിടെ 2 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. കേസ് 2 അവർ എന്ത് ചെയ്യുന്നു? ദ മാസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 കിലോഗ്രാം ആൻഡ് ദ പീരീഡ് ഇൻക്രീസസ് ബൈ 1 സെക്കൻഡ്സ്. പീരീഡ് ഇൻക്രീസസ് ബൈ 1 സെക്കൻഡ്സ്. ഒരുപാട് പേര് തെറ്റി ആൻസർ കൊടുക്കുന്നുണ്ട്. ഈ തെറ്റിപ്പോകാനുള്ള മെയിൻ കാരണം ഇതിനകത്തുള്ള ഈ ഇംഗ്ലീഷ് സെന്റൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കത്തുണ്ടാണ്. എന്താണെന്നറിയാമോ അത്? നോക്കൂ, ദ മാസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ, നോക്കൂ, ഇൻക്രീസ്ഡ് ബൈ 2 കിലോഗ്രാം. ഇൻക്രീസ്ഡ് ബൈ 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം ആയി കൂട്ടിയെന്നല്ല. ഇനിഷ്യലി എത്രയായിരുന്നു? അവന്റെ കൂടെ 2 കിലോഗ്രാം കൂടെ കൂട്ടി കൊടുത്തു, m+2 ആക്കി കൊടുത്തു. അപ്പോൾ ടൈം പീരീഡ് ഇൻക്രീസസ് ബൈ 1 സെക്കൻഡ്. അതായത് മുമ്പ് 2 സെക്കൻഡ് ആണെങ്കിൽ 2 + 1 3 സെക്കൻഡ്. മുമ്പ് എത്രയാണോ അതിന്റെ കൂടെ ഈ 1 കൂട്ടി കൊടുക്കുക. അതാണ് ഇൻക്രീസ്ഡ് ബൈ. ഇൻക്രീസ്ഡ് 2 എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വാല്യൂ ആയിരിക്കും അവിടെ വരേണ്ടത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ രണ്ടാമത്തെ കേസ് നോക്കൂ നിങ്ങൾ. സെക്കൻഡ് കേസ് നോക്കൂ. മാസ് ഈസ് എത്ര കൂട്ടി കൊടുത്തു? 2 കിലോഗ്രാം. സോ ദിസ് ഇസ് 2 + m. സ്റ്റിഫ്നെസ്സിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇങ്ങനെ മാറ്റിയപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് TP2 എത്ര ആയിട്ട് മാറി? 2 + 1 ഇറ്റ് ഈസ് 3 സെക്കൻഡ്സ് ആയിട്ട് കൺവേർട്ട് ആയി, 3 സെക്കൻഡ്സ് ആയിട്ട് കൂടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m? ഇനി നിങ്ങൾ ഞാനിവിടെ എഴുതിയ ഈക്വേഷൻ നോക്കൂ. ടൈം പീരീഡ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് m/k. ഈ രണ്ട് കേസും കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിഫ്നെസ്സിന് മാറ്റമില്ല. മാറ്റം വരുന്നത് ആര് മാത്രമേ? കാരണം ഈ ടൈം പീരീഡ് ഇക്വേഷൻസിലുള്ള രണ്ട് ഫാക്ടേഴ്സുകൾ എമ്മും കെ, 2π കോൺസ്റ്റന്റ് ആണ്. അതിൽ m മാത്രമാണ് മാറുന്നത്, കെയുടെ വാല്യൂ അൺചേഞ്ച്ഡ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി,
time period is proportional to root m എന്ന് മനസ്സിലായി. It is proportional to root m. അപ്പോൾ TP1 divided by TP2 is equal to root m1 divided by root m2. What is root m1? Root first കേസിലെ മാസിനെ ഞാൻ m എന്ന് വിളിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലെ മാസ് എത്രയായി മാറി? It is 2 plus m എന്ന് വിളിച്ചിട്ടുണ്ട്. This is equal to what? TP1 by TP2. TP1 എത്രയാണ്? 2 seconds. TP2 എത്രയാണ്? This is 3 seconds. ഈ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യൂ. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലെ റൂട്ട് പോകുന്നു. This is m divided by 2 plus m. 2 square 4. 4 by 3 square 9. So നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പുറത്ത് വരൂ 9m. ഇതപ്പുറത്ത് ആകുമ്പോൾ 4 into 2 8. 8 plus 4m. ഈ 4m 9m minus 4m ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? If you look at 5m is equal to 8 or m is equal to 8 divided by 5. m is equal to 8 divided by 5. 8 divided by 5 ചെയ്യുമ്പോൾ you will get answer as 1.6 kilogram. സംശയമുള്ളവർ എന്താണ് ഈ ഡിവിഷൻ സംശയമുള്ള ഡിവൈഡ് ചെയ്ത് നോക്കുക. This is 8. 5 1 times പോകും. ബാലൻസ് 3 വരും. 0 കൊടുത്തു, ഒരു ഡെസിമൽ കൊടുത്തു. 5 30 6 times പോകുന്നു. So answer will be 1.6 kilogram. 1.6 kilogram. മനസ്സിലായോ? ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടുത്തെ ആ ഇംഗ്ലീഷ് വേർഡ് അത് മാത്രമേ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. വെരി ഗുഡ്. We can move on to the next question. Okay, if air resistance is neglected while it is executing small oscillations, the acceleration of the bob of a simple pendulum. Simple pendulum പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. At the midpoint, its swing will be what? അതായത് acceleration of the bob at the midpoint. At the midpoint ആണ് ചോദ്യം. Let's say this is the ഇതായിരുന്നു ആ മിഡ് പോയിന്റ്. ഓക്കെ, ഇതാണ് ആ രണ്ട് എക്സ്ട്രീം പോയിന്റ്സ്. ദിസ് ഇസ് ദ എക്സ്ട്രീം പോയിന്റ്സ്. ദിസ് ഇസ് ദ അതായത് ഇങ്ങനെ കിടന്ന് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. ദിസ് ഇസ് കറക്റ്റ്. ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എങ്കിലും ഞാൻ ഇതിന്റെ റെക്കോർഡ് സെഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ യൂട്യൂബ് ഓഡിയൻസിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽസ് ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാം എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യും. ഞാൻ ഇവനെ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിൽക്കുന്ന ഈ നിൽക്കുന്ന സിമ്പിൾ പഞ്ചിൽ ഇങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓടിക്കളിച്ച് ആ സെന്ററിലെത്തി ഇങ്ങോട്ട് പോകും. സെന്ററിലെത്തിയിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 0 ആയി. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അവിടെ 0 ആയിട്ടാണ് തിരിച്ചു വരാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി v. What is the velocity at these two extreme points? 0. ഇവിടെയും 0 ആണ്, ഇവിടെയും വെലോസിറ്റി 0 ആണ്. തിരിച്ച് വരുമ്പോൾ താഴോട്ട് വരികയല്ലേ, സ്പീഡ് കൂടി സെന്ററിൽ എത്തുമ്പോൾ മാക്സിമം വെലോസിറ്റി. കാരണം പിന്നെ തിരിച്ച് മുകളിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞ് അവിടെ പോയി എന്താവും? 0 ആകുന്നു. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ദിസ് ഈസ് മാക്സിമം വെലോസിറ്റി. ദിസ് ഈസ് മാക്സിമം. ഇനി നമ്മൾ സ്കൂൾ മുതലേ പഠിക്കുന്നതാണ്. ഒരു ബോഡിയെ റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഹ്യൂജ് ആക്സിലറേഷൻ്റെ ആവശ്യം. അപ്പോൾ ഇവിടെ 0 ആയിട്ട് പിന്നെ വെലോസിറ്റി ഗെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും മാക്സിമം ആക്സിലറേഷൻ. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം എക്സ്ട്രീം പോയിന്റ്സിൽ വെലോസിറ്റി എന്തായിരിക്കും സിമ്പിൾ പെൻഡുലം, എവിടെയാണോ ആക്സിലറേഷൻ മാക്സിമം ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാം ആക്സിലറേഷൻ is maximum at the two extreme points, velocity is 0 at the two extreme points, velocity is maximum at the midpoint. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Acceleration at the midpoint. Everybody knows. Acceleration is dv by dt. Change in velocity with respect to time ആണ് acceleration. At center, velocity is maximum. അപ്പോൾ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും കൂടിയ വെലോസിറ്റി സെന്ററിലാണ്. അതിലും കൂടിയ ഒരു വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ വി മാക്സ് എന്ന് പറഞ്ഞ സാധനം ആരാണ്? ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷ്യറ്റ് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 0. അപ്പൊ മനസ്സിലായി സെന്ററിലെ ആക്സിലറേഷൻ എന്തായിരിക്കും?
0. എല്ലായ്പ്പോഴും 0 in case of simple pendulum. So here the answer is A. Option A, 0. Option A, 0. ശരിയല്ലേ? സംശയമുണ്ടോ? ഇല്ല. വെരി ഗുഡ്, കറക്റ്റ്. അഗെയിൻ സിമ്പിൾ പെൻഡുലം വന്നിരിക്കുകയാണ്, മൂണും എർത്തും. നോക്കൂ, ആസ് കമ്പയർഡ് ടു ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഓഫ് ദ എർത്ത്, ഇറ്റ്സ് ടൈം പീരീഡ് ഓൺ ദ മൂൺ വിൽ ബി. സിമ്പിൾ പെൻഡുലം ഓൺ എർത്ത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ് സിമ്പിൾ പെൻഡുലത്തിന്റെ മൂണിലെ എർത്തിലെ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ? അറിയില്ല എല്ലാവർക്കും? അറിയാമെന്ന് അറിയില്ലെന്നോ? അറിയാം. ഞാൻ അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞുതരാം. ഒമേഗ എൻ ഫോർ സിമ്പിൾ പെൻഡുലം അറ്റ് എർത്ത് ഈസ് √g/L. ഒമേഗ എൻ ഈസ് ഈക്വൽ ടു √g/L. സംശയമുണ്ടോ? പക്ഷേ ഇവിടെ ഫ്രീക്വൻസി 1/2π into ഒമേഗ എൻ, 1/2π into √g/L. ഇതല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ്? ഇല്ല, ഇത് ക്ലിയർ ആണ്, എല്ലാവരും ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ടൈം പീരീഡ് ആണ്. അപ്പൊ ടി പി ഈസ് വാട്ട്? എർത്തിലെയാണ് ഈ പറയുന്നതൊക്കെ, എർത്തിലെ ടൈം പീരീഡ് ആണ്. ടി പി ഈസ് 2π into √L /g. L/g. ഇവിടെ എന്തില്ല? ഈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന കഥ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ ഇല്ല. കാരണം ഇവിടെ സ്പ്രിംഗ് ഇല്ലല്ലോ. അതായത് ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഇൻ കേസ് ഓഫ് സിമ്പിൾ പെൻഡുലത്തിൽ അത് സ്പ്രിംഗ് മാസിലാണുള്ളത്. ഇവിടെ അതില്ല. അപ്പൊ നോക്കൂ, ഇവനെ നമ്മളെ സിമ്പിൾ പെൻഡുലത്തിന് എർത്തിൽ വെച്ചുള്ള ടൈം പീരീഡ് ഇതാണ്. ഇവനെ നമ്മൾ എവിടെ കൊണ്ടുപോയി? മൂണിൽ കൊണ്ടുപോയി മെഷർ ചെയ്തപ്പോൾ ആരാണ് അവിടെ ഇവിടെയുള്ള കോൺസ്റ്റന്റ്? ആരാണ്? ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെയുള്ള സാധനം മൂണിൽ കൊണ്ടുപോയി ലെങ്ത് മാറുമോ? ഒരിക്കലും മാറത്തില്ല. എൽ ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് പറയാം ടി പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √g എന്ന് നമുക്ക് വിളിക്കാം. ഇഫ് ദിസ് ഈസ് ഓൺ എർത്ത്, അപ്പൊ ഇത് GE എന്ന് വിളിക്കാം. നമുക്കറിയാലോ G3 എന്ന് പറഞ്ഞാൽ എന്താണ്? GE/6, എർത്ത് ബൈ 6 ആണ് നമുക്കറിയാം. ഈ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. ഈ ടൈം പീരീഡ് ഓൺ സിമ്പിൾ പെൻഡുലം എർത്തിന്റെ കേസിലും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. എന്താ ചോദിക്കുന്നത്? ഇറ്റ്സ് ടൈം പീരീഡ് ഓൺ മൂൺ വിൽ ബി. മൂണിലുള്ള ടൈം പീരീഡ് എത്ര ടൈംസ് ഹയർ ആണോ സ്ലോവർ ആണോ, അല്ലെങ്കിൽ അതാണ് ഒരു ചോദ്യം. സിമ്പിൾ. നമുക്കറിയാം ഇപ്പൊ ടി പി ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√g എന്നറിയാം. അപ്പൊ എനിക്കിപ്പോ ടി പി മൂൺ വേണം ഡിവൈഡഡ് ബൈ ടി പി എർത്ത്. അപ്പൊ എന്ത് വരും? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എർത്ത് ആണ്. അപ്പം ന്യൂമറേറ്ററിൽ G എർത്ത് വരും, ഡിനോമിനേറ്ററിൽ G മൂൺ വരും. ഞാൻ ഈ G എർത്തിനെ ഞാൻ അതേപോലെ എഴുതി. ഡിനോമിനേറ്ററിൽ G മൂൺ ഉണ്ട്. വാട്ട് ഈസ് G മൂൺ? ഇറ്റ് ഈസ് GE/6. നോക്കൂ, കണ്ണു തുറ നോക്കൂ. GE ക്യാൻസൽ. ഡിനോമിനേറ്ററിൽ 1/√6 മുകളിൽ പോകുന്നു. ദ ആൻസർ ഈസ് √6. അപ്പോൾ ടി പി മൂൺ ഈസ് ഈക്വൽ ടു √6 ടൈംസ് ടി പി ഓൺ ദി എർത്ത്. അപ്പൊ എത്ര ടൈംസ് കൂടുതലാണ്? √6 ടൈംസ് കൂടുതലാണ് എന്ന് പഠിച്ചു. √6 ടൈംസ് ഹയർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്. ആരും ഒന്നും കമന്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ക്വിസ് പോലുള്ള ഈ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റൂ. ഇന്ററാക്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുന്ന ക്ലാസ് ലൈവിൽ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ ഡേറ്റാസ് പറയുന്ന സമയം തന്നിട്ടാണ് സ്പീഡായിട്ടൊന്നും പോകുന്നില്ല, സ്ലോലിയാണ് പോകുന്നത്. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് എഴുതി വായിച്ച് ഡേറ്റാസ് പറയുന്ന സമയം കൊണ്ട് നിങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ വരുമ്പോൾ പെൻ പേപ്പറായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഡൗട്ട്സുകൾ വരിക. ആ ഡൗട്ട്സുകൾ ഈ ലൈവിലല്ലേ ചോദിക്കാൻ പറ്റൂ, ഇല്ലേ? എല്ലാവരും ഡൗട്ട്സുകൾ ലൈവിൽ വരാതെ തോന്നിയ സമയത്തൊക്കെ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ചെറിയ സിമ്പിൾ ഡൗട്ട്സുമായിട്ട് വാട്സപ്പിൽ ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ററാക്ട് ചെയ്യണം. ചെയ്യില്ലേ? ചെയ്യും. ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഒന്ന് ആൻസർ ചെയ്യൂ. ദിസ് വൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യൂ. ഐ എം ഗിവിംഗ് യു 40 seconds. ക്ലൂ ഉണ്ട്. ക്ലൂ നോക്കൂ. ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ഒമേഗ എൻ ആണോ എഫ് എൻ ആണോ? ഇറ്റ് ഈസ് എഫ് എൻ. കാരണം യൂണിറ്റ് നോക്കൂ, എല്ലാം ഹെഡ്സിലാണ്.
സോ എഫ് എൻ ആണ് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത് എഫ് എൻ ആണ്. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്, കറക്റ്റ്. ഒരുപാട് പേര് ഒമേഗ എൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഒമേഗ എൻ്റെ വാല്യൂ, കാരണം ഓപ്ഷൻസിൽ പർപ്പസ്ഫുള്ളി ഒമേഗ എൻ്റെ വാല്യൂ ഉണ്ട്. ഒരുപാട് പേര് ഒമേഗ എൻ, ഞാൻ എഫ് എൻ എന്ന് ഇവിടെ എഴുതിയിട്ടിട്ട് പോലും അവരെന്ത് ചെയ്യുകയാണ്, ഒമേഗ എൻ കണ്ടുപിടിക്കാൻ. ഇതാണ് പ്രശ്നം. നാച്ചുറൽ ഫ്രീക്വൻസി നോക്കുമ്പോൾ എല്ലാവരും ഒമേഗ എന്നിലോട്ട് പോകും. ചിലർ ഒമേഗ എന്നിലോട്ട് പോകും, ചിലർ എഫ് എൻ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോകും. ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല. ഓപ്ഷൻസിന്റെ യൂണിറ്റ് നോക്കൂ, എല്ലാം ഹെർട്സിലാണ്. ഹെർട്സിലാണെങ്കിൽ എഫ് എൻ ആണ്, റേഡിയൻ പെർ സെക്കൻഡിലാണെങ്കിൽ ഒമേഗ എൻ ആണ്. അത് തിരിച്ചറിയണം. ഇവനെ രണ്ടുപേരെയും കോമൺ, എഫ് എന്നിനെയും ഒമേഗ എന്നെയും കോമൺലി വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്, ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. യൂണിറ്റ് വെച്ച് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഇതൊരു നാച്ചുറൽ വൈബ്രേഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ഇത് കമ്പയർ നോക്കൂ. ഒമേഗ എൻ സ്ക്വയറിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് ആരാണ്, 36 പൈ സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം, വാട്ട് ഈസ് ഒമേഗ എൻ സ്ക്വയർ ഈസ് 36 പൈ സ്ക്വയർ. ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് എടുക്കുക 6 പൈ. ഇത് ഒമേഗ എന്നെ ആയിട്ടുള്ളൂ, ഇത് ഒമേഗ എന്നെ ആയിട്ടുള്ളൂ. അതാണ് 6 പൈ ഹെഡ്സ് എന്ന് നിങ്ങൾ പറയും. ഈ 6 പൈയുടെ യൂണിറ്റ് എന്തിലാണ്, ദിസ് ഇസ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഇവിടെ യൂണിറ്റിലൊക്കെ റേഡിയൻ പെർ സെക്കൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് 6 പൈ ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ കിടക്കുന്ന ഓപ്ഷൻസിലുള്ള യൂണിറ്റുകളെല്ലാം ഹെഡ്സിലാണ്. ഹെഡ്സിലാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എഫ് എൻ. വാട്ട് ഈസ് എഫ് എൻ? ഇറ്റ് ഈസ് 1/2 പൈ ഇൻറ്റു ഒമേഗ എൻ. ദാറ്റ് ഈസ് 1/2 പൈ ഇൻറ്റു 6 പൈ. നോക്കൂ, കട്ട് ചെയ്ത് കളയൂ. പൈ 6/2 3. So here the answer is 3 heads. Option C is the answer. 3 heads. ശരിയല്ലേ? വെരി ഗുഡ്. 40 seconds വരികയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയാമോ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? There are 4 samples P, Q, R and S with natural frequency 64, 96, 128, 256. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ നാച്ചുറൽ ഫ്രീക്വൻസീസ് ആണ്. They are mounted on test setups for conducting vibration experiments. വൈബ്രേഷൻ എക്സ്പെരിമെന്റ്സിന് വേണ്ടി ടെസ്റ്റ് സെറ്റപ്പിൽ ഇവരെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. If a loud pure note of frequency 144 hertz is produced by some instrument, which of the samples will show the most perceptible induced vibration? Perceptible ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഇവരിലെ ഈ PQRS ആരായിരിക്കും? അതായത് PQRS എന്ന് പറയുന്ന 4 സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസീസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 64 മുതൽ 1256 വരെ. എന്നിട്ട് ഞാൻ പുറത്തു നിന്ന് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് 144 ഹെഡ്സിൽ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ആ വൈബ്രേഷൻ ഇവരിലെത്തിക്കഴിഞ്ഞാൽ ആ 144 ഹെഡ്സ് എന്ന് പറയുന്ന ഇവർ 4 പേരിലും ഒരേപോലെ ആക്ട് ചെയ്യിക്കാൻ ഈ PQRS എന്ന സാമ്പിൾസിൽ ഈ 144 ഹെഡ്സ് വരികയാണ്. അപ്പൊ അവരെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം ഈ 144 വൈബ്രേഷൻ ഇവരെല്ലാവരും വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ 4 പേരിൽ ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. അതിനാണ് ഞാൻ പഠിപ്പിച്ച നാച്ചുറൽ ഫ്രീക്വൻസിയുടെ കഥ. ലെറ്റ്സ് സേ ഒരു സിസ്റ്റം എൻ്റെ ഉണ്ട്. ദിസ് ഇസ് മൈ സിസ്റ്റം. ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒരു 100 ഹെഡ്സ് ആണ് വിചാരിക്കുക. 100 ഹെഡ്സ്. അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഒരു ഫ്രീക്വൻസി കൊടുക്കുകയാണ്, ഒരു വേരിയബിൾ ഫ്രീക്വൻസി ഇവരിനോട് കൊടുക്കുകയാണ്, 10 ഹെഡ്സ് 20. അപ്പൊ അതിന് കറസ്പോണ്ടിങ് വൈബ്രേഷൻ ഉണ്ടാവും. പക്ഷേ ഈ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എങ്ങാനും സിസ്റ്റം വൈബ്രേറ്റ് ചെയ്താൽ, സഫീഷ്യന്റ് ടൈം വൈബ്രേറ്റ് ചെയ്താൽ സിസ്റ്റം ഫെയിൽ ആയിപ്പോകും. കാരണം നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവന്റെ വൈബ്രേഷൻ ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റിയിലോട്ട് അങ്ങ് പോവുകയാണ്. ആ സിസ്റ്റം ഫെയിൽ ആയി പോകും. അപ്പൊ ഞാൻ പുറത്തുനിന്ന് കൊണ്ട് സപ്ലൈ ചെയ്യുന്ന വൈബ്രേഷൻ ഈ 100ലോട്ട് എത്തും തോറും ഇവന്റെ വൈബ്രേഷൻ കൂടി പോകും. ഓക്കെ, അതിപ്പോ 90 ആണെങ്കിലോ 110 ആണെങ്കിലോ ഒരേ എഫക്റ്റ് ആയിരിക്കും. 90 ആകുമ്പോൾ കൂടും. 100 പാസ് ചെയ്താലും എന്ത് പറ്റും? അതേപോലെ തന്നെയാണ്. അപ്പൊ 100ന് ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വൈബ്രേഷൻ പുറത്തുനിന്ന് വന്നാൽ ഇവന്റെ വൈബ്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഈ 144 എന്ന് പറയുന്ന ഹെഡ്സ് ഈ PQRS നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ആർക്ക് ക്ലോസ് ആണ്? നോക്കൂ, 64, 96, 128, 256. ഈ 128 എന്ന് പറയുന്ന നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ക്ലോസർ ആണ് ആര്? 144. അപ്പൊ ഈ 128 നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള സിസ്റ്റം ആയിരിക്കും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം. കാരണം ഈ 128 ക്ലോസർ ആണ്
144. അപ്പൊ പി ക്യു ആറിന്റെ ഫ്രീക്വൻസി, ഇവന്റെ ഫ്രീക്വൻസി ആണല്ലോ 128. അപ്പൊ ഇവന്റെ ആയിരിക്കും ഈ ആർ എന്ന് പറയുന്ന ടെസ്റ്റ് സാമ്പിൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്തത് when we are supplying 144 hertz. So R, option C, R is the answer. Option C, R is the answer. Okay, clear? യെസ്, കാരണം ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിനകത്ത്. എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നും നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എത്തിയത് കാരണം ചൈനയിൽ ഉണ്ടാകുന്ന ഒരു ബ്രിഡ്ജ് കൊലാപ്സ് ചെയ്ത പോയ കാര്യങ്ങളും, ഈ ആർമി ആൾക്കാർ മാർച്ച് പാസ്റ്റ് ചെയ്യുമ്പോൾ ബ്രിഡ്ജിൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, അതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് മറ്റേ സ്പ്രിങ്ങിന്റെ കണക്ഷൻസ്, പാരലൽ സീരീസ് കണക്ഷൻസ്, ഇതും ഒരുപാട് വെറൈറ്റി കൺസെപ്റ്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയില്ല. ഉണ്ടോ? ഇല്ല എങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. നോക്കൂ, ഇവിടെ മുകളിലൊരു സ്പ്രിങ്, ലെറ്റ്സ് സേ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ഈ രണ്ട് സ്പ്രിങ്ങിന്റെയും നടുക്ക് ഞാനൊരു മാസ് വെച്ചിട്ടുണ്ട്. ഈ കണക്ഷൻ പാരലൽ ആണോ അല്ലെങ്കിൽ സീരീസ് ആണോ എന്ന് തിരിച്ചറിയിക്കുകയാണ് ഫസ്റ്റ് പോയിന്റ്, ഇല്ലേ? ഇവിടെ എന്താ ചോദിച്ചിരുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസി vibration of the system in cycle per second. നോക്കൂ, cycle per second, oscillation per second, അല്ലെങ്കിൽ vibration per second, ഇതെല്ലാം ആരെ ഡിനോട്ട് ചെയ്യുന്നതാണ്? ഹെഡ്സിന് ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ആരാണ്? FN എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് കണ്ടെത്താനുള്ളത്. കണ്ടോ, വൈബ്രേഷൻ സൈക്കിൾസ് പെർ സെക്കൻഡ് FN ആണ്. അപ്പൊ FN ഈസ് ഈക്വൽ ടു വാട്ട്? FN ഈസ് ഈക്വൽ ടു 1/2π into root of k by m. ഹിയർ m 100 കിലോഗ്രാം ആണ്. K കണ്ടെത്തിയാൽ മതി. പക്ഷെ ഇവിടെ രണ്ട് സ്പ്രിങ് ഉണ്ട്. അപ്പൊ ഇക്വലന്റ് K ഇവിടെ കൊടുക്കണം. എന്ത് കൊടുക്കണം? ഇക്വലന്റ് K കൊടുക്കണം. ഈ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ കണക്ഷൻ ആണ് തിരിച്ചറിഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റാണെങ്കിൽ 1/k is equal to 1/k, സീരീസ് ആണെങ്കിൽ 1/k plus 1/k ചെയ്യണം. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? പാരലൽ ആണ് സീരീസ് ആണ് തിരിച്ചറിയണം. അതിനൊരു എളുപ്പമായി നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാസിനൊന്ന് താഴോട്ട് ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്പ്രിങ് എക്സ് ദൂരം കംപ്രസ് ആവും. താഴത്തെ സ്പ്രിങ് എക്സ് ദൂരം കംപ്രസ് ആവുന്നു, മുകളിലത്തെ സ്പ്രിങ് എക്സ് ദൂരം ഇലോങ്ങേറ്റ് ചെയ്യുന്നു. രണ്ട് സ്പ്രിങ്ങിന്റെ ഡിഫ്ലക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അവൻ ആരായിരിക്കും? പാരലൽ കണക്ഷൻ ആയിരിക്കും. ഡിഫറന്റ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അവൻ ആരായിരിക്കും? സീരീസ് കണക്ഷൻ ആയിരിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ രണ്ടിലും സെയിം ആണ്. ഒന്ന് കംപ്രഷൻ ടെൻഷൻ വിടുക, മാഗ്നിറ്റ്യൂഡ് മാത്രം ചെക്ക് ചെയ്യുക, സെയിം ആണ്. അപ്പൊ ഇവിടുത്തെ ഇക്വലന്റ് K equivalent is what? K1 plus K2. K1 plus K2, 20 plus 20, 40 kilonewton per meter ആണ് ആര്? ഇവിടുത്തെ ഇക്വലന്റ് സ്റ്റിഫ്നെസ്. സോ 1/2π into ഇക്വലന്റ് എത്രയാണ്? 40 kilonewton ആണ്. കിലോന്യൂട്ടൺ ആണ്, നമ്മൾ ന്യൂട്ടണിലോട്ട് മാത്രം 10⁻³ ചെയ്യുക. What is m here? It is 100. അപ്പൊ നോക്കൂ, 1/2π into കഥകൾ. ഓക്കെ, ഈ 40 into π, 40 into 10⁻³ നമുക്ക് ഇവിടുത്തെ ഒരു 100 ഇതും കട്ടായി പോയി. അപ്പൊ 400, ദാറ്റ് ഈസ് 4 into 100 റൂട്ട് എടുത്താൽ പോരെ? 4ന്റെ റൂട്ട് 2 ആണ്. 100ന്റെ റൂട്ട് എത്രയാണ്? 20 ആണ്. സോ ദിസ് ഇസ് 20 divided by 2π, that is 10 divided by π ആണ് ആൻസർ. സോ ഹിയർ ദ ഓപ്ഷൻ സി ഇസ് അവർ റൈറ്റ് ആൻസർ, 10 divided by π. ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, കണ്ടു ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സി, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇത് എല്ലാവർക്കും അറിയാം, എല്ലാവരും കമന്റ് ചെയ്യുന്ന ആൻസർ. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കാൻ അർഹരല്ല. അത്രത്തോളം ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കൂ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. എ മാസ് m is attached to two identical springs having spring constant K as shown in the figure. The natural frequency of this single degree of freedom, തൊട്ട് മുന്നേ പഠിച്ചതുപോലത്തെ കേസ് തന്നെയാണ്. അതിന്റെ വേറൊരു അറേഞ്ച്മെന്റ് ആണിത്. അതായത് ഇവന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസി ചോദിച്ചിരിക്കുന്നത്. അപ്പം നാച്ചുറൽ ഫ്രീക്വൻസി അറിയാമല്ലോ. വാട്ട് ഈസ് നാച്ചുറൽ ഫ്രീക്വൻസി? നാച്ചുറൽ ഒമേഗ n is equal to √k/m. അപ്പൊ ഇതിനകത്തുള്ള k ഉണ്ടല്ലോ, ഈ k, this k should be, ഒന്നിൽ കൂടുതൽ സ്പ്രിംഗ് ഉണ്ടെങ്കിൽ ഈ k should be k equivalent ആയിരിക്കണം. This k should be k equivalent. അപ്പൊ ഇക്വലന്റ് k എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അതറിയാം. അതെ, ഒരുവിധപ്പെട്ട എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് തന്നിട്ടുള്ളത്. വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആണ് തന്നിട്ടുള്ളത്. എല്ലാവരും
കറക്റ്റ്. കാരണം എന്താണ്, ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ രണ്ട് സ്പ്രിങ്ങിന്റെയും ഡിഫ്ലക്ഷൻ ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പാരലൽ കണക്ഷൻ ആണ്. കെ ഈക്വൽ എന്താണ്, K1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ എം. സോ K1 പ്ലസ് K2 രണ്ട് സെയിം കെ ആണ് അല്ലേ. അപ്പൊ K1 പ്ലസ് K2 എന്താവും, 2K ഡിവൈഡഡ് ബൈ എം ആയിട്ട് വരും. ആൻസർ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. തൊട്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കൂ. ദിസ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യാൻ പറ്റും, അല്പം ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. മറ്റേ സ്പ്രിങ്സ് പാരലലും, ഇത് നോർമൽ കേസ്, ഇതൊരു സീരീസ് കണക്ഷൻ ആണ്. രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോർ ദ സ്പ്രിംഗ് mass is shown the figure, the frequency of the vibration of figure 1, frequency vibration n in the first case natural frequency n ആണ്. What is the frequency when one more similar spring is added in series as shown? ഇത് ഒരു സ്പ്രിംഗ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, മാസ് ഒക്കെ പഴയത്. അങ്ങനെയാണ് രണ്ടാമത്തെ കേസിലെ നാച്ചുറൽ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് വൺ. കാരണം ഫസ്റ്റ് വണ്ണിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തിലാണ് തന്നിരിക്കുന്നത്? ദിസ് ഇസ് എൻ. ഈ എൻ എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ എൻ ആണ്. ദിസ് ഇസ് ഒമേഗ എൻ. അവർ എൻ എന്ന് റെപ്രസെന്റ് ചെയ്തു. ദാറ്റ് ഇസ് K ബൈ എം ആണ്. രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ഇതേ സാധനത്തിന് അവർ എങ്ങനെ ആക്കിയിട്ടുണ്ട്? സീരീസ് കണക്ഷൻ ആക്കി മാറ്റി. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടെത്തണം. എല്ലാവർക്കും അറിയാം എന്താ ഇക്വലന്റ് സ്റ്റിഫ്നെസ്. എവരിബഡി നോസ് that equation. Uh, 1 by K is equal to 1 by K1 plus 1 by K2. LCM എടുക്കൂ. K1 plus K2 divided by K1 K2. ഇത് 1 by K ആണ്. 1 by K എന്നത് 1 by K equivalent അല്ലേ. അപ്പൊ K equivalent നമ്മൾ ഇവനെ തിരിച്ചെടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക. That is K1 K2 divided by K1 plus K2. K1 plus K2. ഇവിടുത്തെ K1 ഉം K2 രണ്ടും K ആണ്. അപ്പൊ K1 into K എന്ത് ന്യൂമറേറ്ററിൽ എന്താവും? K സ്ക്വയർ ആയി. ഇവിടെ ഡിനോമിനേറ്ററിൽ 2K ആയി മാറും. അപ്പൊ ഫൈനലി വി വിൽ ഗെറ്റ് ദ ഇക്വലന്റ് സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു K by 2 എന്ന് കിട്ടി. ദിസ് ഇസ് K by 2. അപ്പൊ ഈ കേസിലെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കിട്ടി. എത്ര കിട്ടി ഇക്വലന്റ് സ്റ്റിഫ്നെസ്? ഇവിടുത്തെ K ഇക്വലന്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടി? ദിസ് ഇസ് K by 2. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടെത്താം? ഒമേഗ എൻ കണ്ടുപിടിക്കാം. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഒമേഗ എൻ? Omega n is equal to root of K equivalent by m. What is K equivalent here? It is K by 2 ആണ്. So K by 2m. ഈ 1 by 2 ഞാൻ സെപ്പറേറ്റ്ലി 1 by root എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ ആരാ ഉള്ളത്? റൂട്ട് ഓഫ് K by m. ഈ റൂട്ട് ഓഫ് K by m എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? n. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ദിസ് ഇസ് n ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആണ്. രണ്ടാമത്തെ കേസിലെ നാച്ചുറൽ ഫ്രീക്വൻസി n ഡിവൈഡഡ് ബൈ റൂട്ട് 2. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലേ? സി ഓപ്ഷൻ ബി n divided by root 2 is the right answer. എത്ര പേര് പറയുന്നുണ്ടെന്ന് നോക്കാം നമുക്ക് ആൻസേഴ്സ്. ഒരുപാട് പേര് പറയുന്നുണ്ട്. കറക്റ്റ്. നിങ്ങളപ്പം അത്യാവശ്യം റിവിഷൻ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. The helical compression spring of stiffness K is cut into 2 pieces. Cutting of springs. ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്പ്രിങ്ങിനെ കട്ട് ചെയ്താൽ ഉണ്ടാകുന്ന കഥകൾ, ഈക്വലി കട്ട് ചെയ്താൽ എങ്ങനെ, 1/3 കട്ട് ചെയ്താൽ എങ്ങനെ, അല്ലെങ്കിൽ ഒരു m:n റേഷ്യോയിലോ അല്ലെങ്കിൽ 1:2, 2:3 ഡിഫറെന്റ് റേഷ്യോസിൽ കട്ട് ചെയ്താൽ എങ്ങനെ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് മാറുമെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈസിയാണ്. സ്റ്റിഫ്നെസ് is cut into 2 pieces each having equal number of turns. അതായത് ഈക്വലിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നോക്കൂ, ഒരല്പം അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ടേൺസ് ആൻഡ് കെപ്റ്റ് സൈഡ് ബൈ സൈഡ് അണ്ടർ കംപ്രഷൻ. ഒരു സ്പ്രിങ്ങിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ സ്പ്രിങ്ങിനെ എടുത്ത് സൈഡ് ബൈ സൈഡ് പാരലൽ കണക്ഷൻ വെച്ചു. അങ്ങനെയാണെങ്കിൽ ദ ഇക്വലന്റ് സ്റ്റിഫ്നെസ് ഓഫ് ദ ന്യൂ അറേഞ്ച്മെന്റ് ഇസ് ഈക്വൽ ടു വാട്ട്? നോക്കൂ. ദിസ് ഇസ് മൈ സ്പ്രിംഗ്. ദിസ് ഇസ് മൈ സ്പ്രിംഗ്. ഈ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് എത്രയാണ്? K ആണ്. പക്ഷെ ഞാൻ ഇവനെ കട്ട് ചെയ്തു, ഈക്വലി കട്ട് ചെയ്തു. മുകളിൽ ഒരു സ്പ്രിങ്, താഴെ ഒരു സ്പ്രിങ്. ഈക്വലി കട്ട് ചെയ്താൽ സ്റ്റിഫ്നെസ് ഡബിൾ ആകുമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ രണ്ട് കട്ട് ചെയ്ത സ്പ്രിങ്ങിനെ ഞാൻ എടുത്ത് സൈഡ് ബൈ, ഒരു സ്പ്രിങ് ഇവിടെ വെച്ചു, മറ്റൊരു സ്പ്രിങ് ഇവിടെ വെച്ചു. കണ്ടോ? ഇങ്ങനെ വെച്ചു. അപ്പൊ ഇവൻ്റെത് 2K ആണ്, ഇവൻ്റെത് 2K ആണ്. അപ്പോൾ ഇതൊരു പാരലൽ കണക്ഷൻ ആണ്. 2K plus 2K എന്തായിട്ട് മാറും? 4K ആണ് ഇവിടുത്തെ ഇക്വലന്റ് സ്റ്റിഫ്നെസ്. 4K ആണ് ഇവിടുത്തെ ഇക്വലന്റ് സ്റ്റിഫ്നെസ്. കറക്റ്റ്. ഒരുപാട് പേര്, മെജോറിറ്റി പേരും കറക്റ്റ് ആൻസർ ആണ് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 4K. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 4K. കാരണം സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സമയം നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. വാട്ട്
is the natural frequency of the spring mass system shown below. The contact between the blocks and the inclined plane is frictionless. ഇവിടെ friction ഒന്നുമില്ല. Mass of the block is denoted by m and the spring constant denoted by പല കേസിൽ കിടന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം സ്പ്രിംഗ് മാസ് സിസ്റ്റം മര്യാദയ്ക്കല്ല വെച്ചിരിക്കുന്നത്, ഇൻക്ലൈൻഡ് ആക്കി വെച്ചിരിക്കുക. എങ്ങനെ വേണേ വെച്ചോട്ടെ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്പ്രിംഗ് മാസ് സിസ്റ്റം അറേഞ്ച്മെന്റ് എങ്ങനെ വേണേ വെച്ചോട്ടെ, നിങ്ങൾ ഇത് പാരലൽ ആണോ സീരീസ് ആണോ എന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മാസിനെ ഒന്ന് ഡിഫ്ലക്ട് ചെയ്യുക. താഴത്തെ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് ചിലപ്പോൾ ഇത് വിസിബിൾ ആയി എന്ന് വരത്തില്ല. ദിസ് ഇസ് K2 ആണ്, ദിസ് ഇസ് K1 ആൻഡ് ദിസ് ഇസ് മാസ്. ഈ ആംഗിൾ തീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഇതാണ് അവരുടെ ഇൻക്ലൈൻഡ് സർഫസ്. നിങ്ങൾ ഈ മാസിനെ താഴോട്ട് ഡിഫ്ലക്ട് ചെയ്യുക. അപ്പൊ ഈ സ്പ്രിംഗ് എന്ത് ചെയ്യുന്നു, ഒരു എക്സ് ദൂരം കംപ്രസ് ആവുന്നു. അതേ എക്സ് ദൂരം തന്നെയാണ് ഈ മുകളിലത്തെ സ്പ്രിംഗും ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് സ്പ്രിംഗിന്റെ ഡിഫ്ലക്ഷൻ മാഗ്നിറ്റ്യൂഡ് സെയിം ആയി. മാഗ്നിറ്റ്യൂഡ് സെയിം ആയാൽ കെ ഈക്വലന്റിനെ ചുമ്മാ ആഡിൽ കൊടുത്താൽ മതി. K1 പ്ലസ് K2. അപ്പൊ ഒമേഗ n is equal to root of K equivalent K1 plus K2 divided by m. Option D is our right answer. അല്ലാതെ നിങ്ങൾ ചിലപ്പം ഈ തീറ്റ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, അതൊന്നും ഇവിടെ വരത്തില്ല. തീറ്റ വരുന്നത് എങ്ങനെയാണ്, ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ തീറ്റയുടെ റോൾ വരത്തുള്ളൂ. നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അതിന്റെ ഒന്നും യാതൊരുവിധ എഫക്റ്റും വരത്തില്ല. എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് കാരണം എന്താണ്, ഇതേ സെയിം ഡിറ്റു എക്സാമ്പിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് തെറ്റാൻ പാടില്ല കേട്ടോ, ഇത് തെറ്റാൻ പാടില്ല. സോ the next one, the natural frequencies corresponding to the spring mass system 1 and 2 are omega 1 and omega 2 respectively. The ratio of omega 1 by omega 2. ഒരു സ്പ്രിങ് സീരീസ് കണക്ഷൻ, അതേ സ്പ്രിങ്ങുകൾ എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാരലൽ കണക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സിസ്റ്റം 1 സിസ്റ്റം 2ന്റെയും omega 1 by omega 2. Let's say what is omega 1 for the first system. അവിടെ എന്ത് വേണം, സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ്. ഇതൊരു സീരീസ് ആയിട്ട് സെയിം സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിങ്ങുകൾ സീരീസ് ആയിട്ട് കൊടുത്താലുള്ള ഒരു പ്രോബ്ലം ഇപ്പൊ ചെയ്തേ ഉള്ളൂ. വെറുതെ ചെയ്ത് സമയം കളയണ്ട. ഞാൻ എവിടെ ചെയ്തിട്ടുണ്ടത്, ഇവിടെ ചെയ്തിട്ടുണ്ട്. നോക്കൂ, സെയിം സ്പ്രിങ്ങുകൾ ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും, അവന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് K/2 എന്ന് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് K/2. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ കേസിൽ സിസ്റ്റം 1 ഉണ്ടല്ലോ, സിസ്റ്റം 1ന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്താണ്, K/2 ആണ്. അപ്പൊ അവന്റെ ഒമേഗ n1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒമേഗ n1 is equal to root of K/m. K/m എന്ന് പറഞ്ഞാൽ K divided by 2m ആണ് ഒമേഗ n1. ഇനി ഒമേഗ n2 നോക്കൂ, വാട്ട് ഈസ് ഒമേഗ n2? ഒമേഗ n is equal to root of K/m. ഇവിടുത്തെ കേസ് ഇക്വലന്റ് സ്റ്റിഫ്നെസ് 2k ആണ്. 2k കാരണം ഇത് സീരീസ് കണക്ഷൻ ആണ്. 2k divided by m ആണ്. റേഷ്യോ എടുക്കുക. ആരൊക്കെ റേഷ്യോ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഒമേഗ n1 by ഒമേഗ n2. ഒമേഗ n1 divided by ഒമേഗ n1 divided by ഒമേഗ n2. What is ഒമേഗ n1? Root of K by omega n1 by omega n2 is root of K by 2m divided by root of K 2k by m. അപ്പോൾ നോക്കൂ, ആരെല്ലാം കട്ടായി പോകുന്നു നോക്കൂ. K by m കട്ടായി പോകുന്നു. ന്യൂമറേറ്ററിൽ നോക്കൂ, ഒരു 1/√2 ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററിൽ ആരുണ്ട്, ഒരു √2 ഉണ്ട്. സോ ഈ റൂട്ട് താഴെ വരും. 1/√2 ഉണ്ട്. 1/√2 എന്ത് വരും, ആൻസർ വിൽ ബി 1/2 ആയിട്ട് കിട്ടും. ആൻസർ വിൽ ബി 1/2. ശരിയാണോ? 4 പറയുന്നു അല്ലേ? ഒരുപാട് പേർക്ക് 4 കിട്ടുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്നറിയാമോ, നിങ്ങൾക്ക് 4 കിട്ടാൻ നിങ്ങൾ നോക്കൂ, റേഷ്യോ ഓഫ് ഒമേഗ 1 by ഒമേഗ 2 നിങ്ങൾ റേഷ്യോ ഓഫ് K ഈക്വലന്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇവന്റെ കേസിലെ K ഈക്വലന്റ് എന്താണ്, ഫസ്റ്റ് കേസിലെ K ഈക്വലന്റ് എന്താണ്, K/2 ആണ്. ഡിവൈഡഡ് ബൈ രണ്ടാമത്തവന്റെ K/2 എന്താണ്, 2k ആണ്. അപ്പൊ 1/2 ആൻസർ 1/4 ചെയ്യും. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൻസർ 1. അതുകൊണ്ടാണ് പർപ്പസ്ഫുള്ളി അങ്ങനെ തെറ്റിക്കാൻ വേണ്ടിയാണ് 1/4 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ക്ലിയർലി പറയുന്നുണ്ട് റേഷ്യോ ഓഫ് ഒമേഗ 1 by ഒമേഗ 2. ദ ആൻസർ ഈസ് 1/2. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കേട്ടോ, തെറ്റിപ്പോരുത്. ഇതുപോലെ കെയർലെസ്നെസ് കാരണം നിങ്ങൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വരുത്തി വെക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cantilever beam of beautiful conceptual question ആണ്, previous engineering service question ആണ്. A cantilever beam of negligible weight is carrying mass m
at its free end. Figure free end, and it's resting on elastic support of stiffness K1. Stiffness K1 shown in the figure below if K2 is representing the bending stiffness. അതായത് അവർ പറയുന്നത് ഈ K2 എന്ന് പറയുന്നത് ഈ കാണുന്ന ബീമിന്റെ കാന്റിലിവർ ബീമിന്റെ ബെൻഡിങ് സ്റ്റിഫ്നെസ് ആണ്. ഈ K1 എന്ന് പറയുന്നത് സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ആണ്. ഇതാണ് ഫ്രീ എൻഡിലുള്ള മാസ്. ഇങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി കഷ്ടപ്പെട്ടു ഇല്ലേ? എങ്ങനെ കണ്ടെത്തും ഒമേഗ റൂട്ട് ഓഫ് കെ? പക്ഷേ ഇങ്ങനെ തന്നാൽ ഇത് പാരലൽ കണക്ഷൻ ആണോ സീരീസ് കണക്ഷൻ ആണോ തിരിച്ചറിയണ്ടേ? എങ്കിലല്ലേ നമുക്ക് ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടെത്താൻ പറ്റൂ ഇല്ലേ? ഇതിന് വേണ്ടി ഒരു കൺസെപ്റ്റ് നിങ്ങളെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഇങ്ങനെ ഒരു ഏത് ഫിഗർ തന്നാലും നമ്മൾ അവനെ ഇക്വലന്റ് സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തുള്ള എല്ലാ സിസ്റ്റത്തിനും ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അവനെ നമുക്ക് ഒരു കെ ആയിട്ട് കാണിക്കാം, സ്പ്രിംഗ് ആയിട്ട് കാണിക്കാം. ആ മാസിനൊരു പോയിന്റ് മാസമായിട്ട് നമുക്ക് കാണിക്കാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഇപ്പം ഞാൻ എൻ്റെ സ്റ്റിഫ്നെസ്സിനെ എനിക്ക് എന്ത് ചെയ്യാൻ ഒരു സ്പ്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും, എൻ്റെ മാസിന് ഒരു പോയിന്റ് മാസമായിട്ട് കൺസിഡർ ചെയ്ത് എനിക്ക് വേണമെങ്കിൽ വൈബ്രേഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവൻ്റെ ഈക്വലന്റ് ഫിഗർ വരയ്ക്കുക. നോക്കൂ, ആദ്യം നമുക്ക് മുകളിൽ താഴോട്ട് വരാം. ആദ്യം ആരുണ്ട്? നമ്മുടെ ഒരു പേരെന്താണ്? ബീം, കാന്റിലിവർ ബീം. അപ്പൊ കാന്റിലിവർ ബീമിന്റെ ഞാൻ ഒരു എൻഡ് ഫിക്സഡ് വരച്ചു. ഇതിന്റെ ഈ കാന്റിലിവർ ബീമിന്റെ സ്റ്റിഫ്നെസ് K2 ആണ്. അപ്പൊ കാന്റിലിവർ ബീമിന്റെ സ്റ്റിഫ്നെസ് ഞാൻ ഒരു സ്പ്രിംഗ് കാണിച്ചു. ആ സ്പ്രിങ്ങിനെ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് K2 എന്ന് ഞാൻ കാണിച്ചു. അതിനുശേഷം മാസ് ഉണ്ട്. ഈ മാസ് ഞാൻ ഇവിടെ അതേപോലെ കൊടുത്തു. ദിസ് ഇസ് മാസ്. അത് കഴിഞ്ഞ ഉടനെ നോർമൽ സ്പ്രിങ്, പിന്നെ ഒരു സപ്പോർട്ട്. സോ ദിസ് ഇസ് മൈ നോർമൽ സ്പ്രിങ് ആൻഡ് സപ്പോർട്ട്. ദിസ് ഇസ് K1. ഇപ്പൊ പഴയ കഥയായി മാറി. ഈ ഇക്വലന്റ് ഫിഗർ വരയ്ക്കാൻ പഠിച്ചാൽ മതി. ആ ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഏത് പ്രോബ്ലം സിമ്പിൾ. ഇനി നോക്കൂ, ഈ മാസിനെ നിങ്ങൾ ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കും. ഇതൊരു പാരലൽ കണക്ഷൻ ആയിട്ട് മാറും. അപ്പൊ K1 പ്ലസ് K2 ആണ് ഇവിടുത്തെ ഇക്വലന്റ്. ഇക്വലന്റ് K ഇക്വലന്റ് എന്താണ്? ദിസ് ഈസ് K1 പ്ലസ് K2. അപ്പൊ നമുക്ക് കണ്ടെത്താം വാട്ട് ഈസ് ഒമേഗ എൻ. Omega n is equal to root of K by M. What is K? K1 plus K2 divided by M. K1 plus K2 divided by M. Option C. K1 plus K2 divided by M. ചെയ്തിട്ടുണ്ടോ ആൾക്കാർ? ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. ബ്യൂട്ടിഫുൾ, നല്ല ക്വസ്റ്റൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വലന്റ് ഫിഗർ വരയ്ക്കാൻ അറിയുന്നവർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലാത്തവർ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവർ നോർമലി ഉള്ളത് വിട്ടിട്ട് ബാക്കിയുള്ളത് ഏതെങ്കിലും കറക്കി കൊത്താൻ ശ്രമിക്കും കേട്ടോ. ഓക്കെ, എ മാസ് M vibrates on a frictionless platform between two sets of springs having individual spring constant as shown in the figure. Okay, what is the combined സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദ സിസ്റ്റം? അതായത് ഈ സിസ്റ്റത്തിന്റെ ഇക്വലന്റ് എന്ത് കണ്ടെത്തണം? ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടെത്തണം. നോക്കുക, ഇവിടെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. ദിസ് ഇസ് K1. ഇതൊരു സ്പ്രിംഗ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഇത് വിസിബിൾ ആവത്തിലാണ് ഇത് വരയ്ക്കുന്നത്. ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്. ഇവൻ്റെ K2 ആണ്. താഴത്തെ സ്പ്രിംഗും K2 ആണ്. ദിസ് ഇസ് K2. ഇവിടെ ഒരു മാസ് ഉണ്ട്. ഇവിടെ ഒരു റോളർ വെച്ചിട്ടുണ്ട്. ഈ റോളറിലൂടെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും മൂവ് ചെയ്യാൻ. അപ്പൊ നോക്കൂ, ഈ രണ്ട് സ്പ്രിംഗ് ആര് പോലെയാണ്? പാരലൽ കണക്ഷൻ പോലെയാണ്. ഈ രണ്ട് സ്പ്രിംഗ് പോലെയാണ്? പാരലൽ കണക്ഷൻ പോലെയാണ്. അപ്പൊ നമുക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവനെ മാറ്റി വരയ്ക്കാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ രണ്ട് നിങ്ങളുടെ പാരലൽ കണക്ഷനെ മാറ്റി വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. ഒരൊറ്റ കണക്ഷൻ ആക്കി. പാരലൽ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ദിസ് ഇസ് K1 പ്ലസ് K1. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു മാസ് ഉണ്ട്. റൈറ്റ് സൈഡ് പാരലൽ കണക്ഷൻ ആണ്. K2, അല്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെ തന്നെ എഴുതാം അല്ലേ? K2 പ്ലസ് K2 എന്തായി മാറും? ദിസ് ഇസ് 2K2. ഇതെന്തായി മാറും? ദിസ് ഇസ് 2K1. ഇങ്ങനെയല്ലേ പടം വരയ്ക്കാനുള്ളത്? ഇങ്ങനെ. ദിസ് ഇസ് ദ ഫിഗർ. അപ്പൊ നോക്കൂ, ഇനി ഒന്നുകൂടെ നോക്കിയാൽ ഇവനും എന്ത് തന്നെയാണ്? ഇപ്പം പാരലൽ കണക്ഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 2K2 പ്ലസ് 2K1. സോ K equivalent equals to 2K1 plus 2K2. 2K1 plus 2K2. 2 പുറത്തെടുക്കുക. K1 plus K2. K1 plus K2. ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി is our right answer. 2K1 plus K2. ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടെത്തി. കുറച്ച് പേര് മിസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്? വളരെ കുറച്ച് പേര് കേട്ടോ. എന്തൊക്കെയെ കാട്ടിക്കൂട്ടി ശ്രദ്ധിച്ചോളാം. ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസിലൊന്നും പോയി വെറുതെ ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് നെഗറ്റീവ് മാർക്ക് കൊടുക്കരുത് കേട്ടോ. കെയർഫുൾ ആയിട്ട് വേണം എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ. എന്ത് പറ്റി തെറ്റാൻ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല.
ചെയ്തത് കണ്ടപ്പോഴത്തേക്ക് ഇത്രയും മണ്ടത്തരമായോ എന്ന് തോന്നിപ്പോകും അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഒരു കാറ് പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം, സിമ്പിളാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും. കാരണം കെയർലെസ്നെസ് മിസ്റ്റേക്ക് വരുത്തുന്നവർക്ക് ഒരുപാട് മിസ്റ്റേക്ക് വരുത്താം. കാർ മാസ് 1450 constructed on a chassis supported by 4 springs. കാറിൽ 4 സ്പ്രിംഗ് ഉണ്ട്. Each spring has force constant 40,000 Newton meter. The combined mass of the two people occupying the car is 150 kilo. കാറിനകത്ത് മനുഷ്യന്മാരും ഉണ്ട്. What is the period of execution of two complete vibration? Time period ആണ് ക്വസ്റ്റ്യൻ. TP കണ്ടോ? TP കണ്ടെത്തണം. വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? കാറിൽ സ്പ്രിങ് എങ്ങനെയാണ്? കാറിൽ നമ്മളാ ഷോക്ക് അബ്സോർബർ പോലത്തെ സെറ്റപ്പാണ്. 4 സൈഡ് 4 വീൽസിലുമായിട്ട് സ്പ്രിങ് വരുമല്ലോ. വരയ്ക്കണോ? ഞാനിപ്പോൾ കാറൊന്നും വരയ്ക്കാൻ സമയമില്ല. ഞാനിപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. നോക്കൂ, ലെറ്റ്സ് സേ നമുക്കൊരു ക്യൂബ് പോലെ കൺസിഡർ. ഇതാണ് നമ്മളെ കാർ എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ കാർ. ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ കാർ. നോക്കുക, ഓരോ കോർണേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു സ്പ്രിങ്, ഒരു വീലിൽ, ഇവിടെ ഒരു സ്പ്രിങ്, 2 വീലിൽ സ്പ്രിങ് ആയില്ലേ? ഇനി നോക്കുക, ഇവിടെയും ഒരു സ്പ്രിങ്, ഇവിടെയും ഒരു സ്പ്രിങ്, ഇവിടെ ഒരു സ്പ്രിങ്. ഇതോ ഓക്കെ, ഇവിടെ ഒരു സ്പ്രിങ്. ഇങ്ങനെ കണ്ടോ, 4 വീൽസിലായിട്ട് 4 സ്പ്രിങ്ങുകളാണ്. ഈ എല്ലാവർക്കും ഈക്വൽ സ്റ്റിഫ്നെസ് ആണ്. ദിസ് ഇസ് കെ. അപ്പൊ നോക്കൂ, ഈ കാർ താഴോട്ടാകുമ്പോൾ 4 സ്പ്രിങ്ങും ഒരേപോലെ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇവിടുത്തെ കെ ഈക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് 4K ആണ്. 4 into K എത്രയാണ്? 40,000 ആണ് അല്ലേ? 40,000 എന്ന് പറയുമ്പോൾ 1,60,000 Newton per meter ആയിരിക്കും ഇവിടുത്തെ ഇക്വലന്റ് സ്റ്റിഫ്നെസ്. The combined mass of the two people occupying the car is 150 kilogram. What is the period of oscillation? Time period എല്ലാവർക്കും അറിയാലോ. What is the equation for time period? TP is equal to 2 pi into root of m divided by k. ശരിയല്ലേ? അപ്പൊ നോക്കൂ, ഇവിടുത്തെ 2 pi into root of m. പെട്ടെന്ന് നിങ്ങൾ 1450 കൊടുക്കരുത്. കാരണം കാറിന്റെ ടോട്ടൽ മാസ് പ്ലസ് കാറിനകത്ത് 2 മനുഷ്യന്മാരുണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പൊ 1450 പ്ലസ് 150 1600 കിലോഗ്രാം ആണ് ടോട്ടൽ മാസ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കെ ഇക്വലന്റ് കണ്ടെത്തിയല്ലോ. കെയുടെ അറേഞ്ച്മെന്റിന്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈക്വലന്റ് സ്റ്റിഫ്നെസ് പാരലൽ കണക്ഷൻ ആണ്. 4K ആണെന്ന് പറയാം. 1,60,000 കട്ട് ചെയ്യുക. ഈ 2 പൂജ്യവും കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. സോ വാട്ട് വി വിൽ ഗെറ്റ് 2 pi into ഈ 16 എത്ര പ്രാവശ്യം പോകും? 100 ടൈംസ് പോകും. ശരിയല്ലേ? അപ്പോൾ റൂട്ട് 100 എന്ന് പറയുമ്പോഴത്തേക്ക് 1/10 വരും. അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 pi/10. വാട്ട് ഈസ് പൈ? ഇവിടെ കാൽക്കുലേറ്റർ നമുക്കില്ലല്ലോ. വാട്ട് ഈസ് പൈ? പൈ ഈസ് 3.14 divided by 10. ശരിയല്ലേ? 3.14 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. 6.28 divided by 10. 0.628 ആണ് നമ്മളെ ടൈം പീരീഡ്. നോക്കൂ, 0.62ABC 0.628 ആണ് ടൈം പീരീഡ്. നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് 0.628 ക്ലോസ് ആയിട്ട് 0.63 ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷനെ കൊടുക്കാം. ആൻസർ തെറ്റിപ്പോകും. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഇതിന്റെ ഓപ്ഷൻ, ഇതിന്റെ ആൻസർ 0.63. ഒരു മെജോറിറ്റി പേരും ആൻസർ കമന്റ് ചെയ്ത മെജോറിറ്റി പേരും 0.63 ആണ് ഇവിടെ കമന്റ് ചെയ്തേക്കുന്നത്. ആണ്. കണ്ടോ, ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിച്ചുണ്ടോ? എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു, പക്ഷെ തെറ്റി. എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു, പക്ഷേ തെറ്റി. എവിടെ തെറ്റി പറ്റിയെന്ന് അറിയാമോ? നോക്കൂ, വാട്ട് ഈസ് ദ ടൈം? നോക്കൂ, വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് 2 കംപ്ലീറ്റ് വൈബ്രേഷൻ? ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിന്റെ വൈബ്രേഷൻ ആണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 times TP ആണ് ക്വസ്റ്റ്യൻസ്. 2 times TP, that is 0.628. സോൾവ് ചെയ്തോളൂ. 1200 1256 അല്ലേ? 1.256 1.256 ക്ലോസർ ആയിട്ട് ആരുണ്ട്? 1.26 ഉണ്ട്. 1.26 ഉണ്ട്. കണ്ടോ,
കണ്ടോ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ വരുന്നത്. ഇങ്ങനെയൊക്കെ ഒരേ ഒരാൾ, ഒന്നോ രണ്ടോ പേര് മാത്രമാണ് കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ PSC ക്കൊക്കെ ചോദിക്കാൻ പറ്റിയ സാധാരണ ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ്. പക്ഷെ PSC ലെവലിൽ വരുമ്പോൾ ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. നോക്കൂ, സിമ്പിൾ വൺ. The figure above shows the schematic of an automobile having mass 900 kg. ഒരു ഓട്ടോമൊബൈൽ വണ്ടിയാണ്, മാസ് 900 kg ആണ്. ആൻഡ് ഈസ് suspension spring constant is 81 × 10⁻⁴ Nm/m. If it travels at a speed of 72 km/h on a rough road with period of waviness as shown, what is the forcing frequency of the road? നോക്കൂ, വാട്ട് ഈസ് ദ ഫോഴ്സിംഗ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്യാൻ ഞാനൊരു 40 സെക്കൻഡ്സ് സമയം തരാം. 40 സെക്കൻഡ്സ്, കറക്റ്റ് 40 സെക്കൻഡ്സിന് സമയം തരാം. ഒന്ന് ചെയ്യാമോ? സിമ്പിൾ ആണ്. സ്കൂളിൽ പഠിച്ചത് ഇതെന്ന് പറഞ്ഞാൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വൈബ്രേഷൻ പ്രോബ്ലംസ് ആണ്. സ്കൂളുകളിൽ പഠിക്കുന്ന +1 +2 പഠിക്കും. ഇത് സാധാരണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും എഞ്ചിനീയറിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് വൈബ്രേഷൻ. നടക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാവുന്ന വർക്കൗട്ട് ചെയ്ത് നോക്കാം. നോക്കൂ, ഇത് കണ്ടോ, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞ എന്താണ്? കണ്ട, കറക്റ്റ് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ ഈ തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇത് മുതൽ ഇതുവരെ ഒരു സൈക്കിളാണ്. അപ്പൊ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 5 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവൻ പോകുന്ന വെലോസിറ്റി പറയുന്നുണ്ട്. ആര് പോകുന്നത്? ഈ പോകുന്ന ഓട്ടോമൊബൈൽ വെലോസിറ്റി V ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏക ഇത് ഈ V തന്നിട്ടുണ്ട് അല്ലേ? ദിസ് V 72 km/h. അപ്പൊ km/h നമുക്ക് മാറ്റാം. വെലോസിറ്റി V is equal to 72 × 5/18. കാരണം km/h നമുക്ക് എങ്ങോട്ട് മാറ്റണം? m/s. സോ 8 എത്ര പ്രാവശ്യം? 18 എത്ര പ്രാവശ്യം പോകും? 4 ടൈംസ് പോകും. 5 × 4 20 m/s ആണ് വെലോസിറ്റി. സ്കൂൾ മുതലേ പഠിക്കുന്നുണ്ട്. വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഓർ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ഡിസ്പ്ലേസ്മെന്റ് 5 ആണ്, വെലോസിറ്റി 20 ആണ്. സോ ദിസ് ഈസ് 1/4. ശ്രദ്ധിക്കണേ, ഈ ടൈം എന്ന് പറയുന്നത് 5 മീറ്റർ ദൂരം കവർ ചെയ്യാനുള്ള സമയമാണ്. പക്ഷേ ഈ 5 മീറ്റർ ആരാണ്? ഒരു കംപ്ലീറ്റ് സൈക്കിളിന്റെ സമയമാണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തിന് വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവൻ ആരായി പോകുന്നു? TP ആയി പോകുന്നു. അപ്പൊ ഫ്രീക്വൻസി ഈസ് വാട്ട്? നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് 1/TP. ദാറ്റ് ഈസ് 1/4 തിരിച്ചെടുക്കുക. 4 ഹെർട്സ് ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, വളരെ സിമ്പിൾ ആണ്. സ്കൂൾ കുട്ടികൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല, ഇല്ലേ? അതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ് ഈ പ്രശ്നം. സോ ഹിയർ ദ ആൻസർ ഈസ് 4. ഓപ്ഷൻ ബി, 4 ഈസ് ദ ആൻസർ. ക്ലിയർ? 4 ഈസ് ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. When a vehicle travels on a rough road whose modulation can be assumed to be sinusoidal resonant condition above the excited. ഓക്കെ, ഇല്ല, ഈ ക്വസ്റ്റ്യൻ വേണ്ട. ഇതിപ്പോഴല്ല, നമുക്ക് അടുത്ത സെഷൻസിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആവശ്യം കേട്ടോ. ഇതിന് മുന്നേ ഈ ക്വസ്റ്റ്യന് പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് തിരിച്ച് അതിലോട്ട് പോകാം. നോക്കൂ, ഇഫ് എ മാസ് m oscillates on a spring having mass ms and stiffness k, then the natural frequency. നോക്കൂ, ഒരു നോർമൽ നമ്മൾ ഇതുവരെ പഠിച്ച സ്പ്രിംഗ് മാസ് സിസ്റ്റം തന്നെയാണ്. സ്പ്രിംഗ് മാസ്, സ്പ്രിംഗ് സ്റ്റിഫ്നെസ് K ആണ്. ഇവിടുത്തെ ω(n) = നമുക്കറിയാം √K/m. പക്ഷേ if the spring mass is given, spring mass ms is also considered. നമ്മൾ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്ത പ്രോബ്ലംസിൽ എല്ലായിടത്തും സ്പ്രിങ്ങിന്റെ മാസ് കൺസിഡർ ചെയ്തിട്ടില്ല. സ്പ്രിങ്ങിന്റെ മാസ് കൺസിഡർ ചെയ്താൽ നമ്മൾക്ക് എങ്ങനെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടെത്താം, ω(n) കണ്ടെത്താം എന്നുള്ളതാണ് ചോദ്യം. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ω(n)? സിമ്പിൾ ആണ്. ω(n) √K/m പ്ലസ് മാസ് ഓഫ് ദ സ്പ്രിംഗ് ഡിവൈഡ് ബൈ 3. ഇതൊരു ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആൻസറിൽ വന്നെത്താൻ പറ്റും. സോ ഹിയർ ദ ഓപ്ഷൻ ഈസ്
M plus ms by 3. Mass of the spring divided by 3. Option A is the right answer. ഇതിനുശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇതേ സെയിം ക്വസ്റ്റ്യൻ വേറെ ഇത് ചോദിച്ചിരിക്കുകയാണ്. While calculating natural frequency of a spring mass system, the effect of the mass of the spring is accounted for by adding x times its value to the mass. അതായത് ഞാൻ നോക്കുന്നത് ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം ഇഫ് ദ മാസ് ഓഫ് ദ സ്പ്രിംഗ് ഈസ് കൺസിഡർഡ് ആണെങ്കിൽ സ്പ്രിംഗിന്റെ ഓർഡർ എക്സ് എന്ന് പറഞ്ഞ ഫാക്ടറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. ആ എക്സ് എന്ന് പറഞ്ഞ ഫാക്ടർ ആരാണ്? ഇവിടുത്തെ 1/3 ആണ്. സോ 1/3 ആണ് നമ്മളെ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന ഫാക്ടർ ഇല്ലേ? കാരണം അതിന്റെ ഈ എം എസിന്റെ കൂടെ ആഡ് ചെയ്യുന്ന 1/3 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടുത്തെ ആൻസർ എന്താണ്? ആ ഫാക്ടർ എക്സ് എന്ന് പറഞ്ഞാൽ ഹിയർ എക്സ് ഈസ് 1/3. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നാച്ചുറൽ വൈബ്രേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളെല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ഈ സെഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഈ ടോപ്പിക്ക് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കണം. എങ്കിലേ നമുക്കൊരു ഇന്ററാക്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഷൻ, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കിനി അടുത്ത ഇതുപോലത്തുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെഷനുമായിട്ട് നമുക്ക് അടുത്ത, അതായത് ഇനിയിപ്പോൾ നാച്ചുറൽ വൈബ്രേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നതാണ് ഡാംഡ് വൈബ്രേഷൻ ഉണ്ട്, പിന്നെ ഫോഴ്സ് ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ഉണ്ട്, അങ്ങനെയുള്ള കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.